Today we are discussing about entropy. So entropy means it's a measure of disorder. ഒരു സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എൻട്രോപ്പി. ഓക്കെ, ദെൻ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് തെർമൽ ഇനേഷ്യ. തെർമൽ ഇനേഷ്യ, ഓക്കെ, അത് എൻട്രോപ്പിയാണ്, തെർമൽ ഇനേഷ്യ. അതുപോലെ തന്നെ മെഷർ ഓഫ് ഡിസോർഡർ, മെഷർ ഓഫ് ഡിസോർഡർ, ഓക്കെ, മെഷർ ഓഫ് ഡിസോർഡർ, that is known as entropy. In adiabatic process, okay, adiabatic process, entropy remains constant. Then it is known as isentropic process. Okay, isentropic process. അപ്പോൾ എങ്ങനെയാണ് എൻട്രോപ്പി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നിട്ടുള്ളത്? എൻട്രോപ്പി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു പി വി ഡയഗ്രം എടുത്തു. ദിസ് ഈസ് പി വി ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഈ പി വി ഡയഗ്രത്തിൽ ഞാൻ എൽ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ദാറ്റ് ഈസ് നോൺ ആസ് അഡിബാറ്റിക്. ഇതൊരു അഡിബാറ്റിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ എം, ദാറ്റ് ഈസ് അനദർ അഡിബാറ്റിക്സ്. ഓക്കെ, അതിനുശേഷം എ ബി എന്ന് പറയുന്ന ലൈൻ, ദാറ്റ് ഈസ് ഐസോതേം, ടെമ്പറേച്ചർ സെയിം എന്നാണ്. ദെൻ ഡി സി അനദർ ഐസോതേം, ദെൻ ഇ എഫ് അനദർ ഐസോതേം. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ T1, T2, T3. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് കാർനോട്ട് സൈക്കിൾ കാണാം. ഇത് ഫസ്റ്റ് കാർനോട്ട് സൈക്കിൾ, ദിസ് ഈസ് സെക്കൻഡ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കാർനോട്ട് സൈക്കിൾ എന്താണ്? ഫസ്റ്റ് കാർനോട്ട് സൈക്കിൾ ദാറ്റ് ഈസ് എ ബി സി ഡി. ദിസ് ഈസ് ഫസ്റ്റ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഈ ഫസ്റ്റ് കാർനോട്ട് സൈക്കിളിൽ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഇത് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. അതുപോലെ ഇൻ ടേംസ് ഓഫ് എനർജി ഈറ്റ ഈക്വൽ ടു എന്താണ്? 1 മൈനസ് Q2 ബൈ Q1. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നോക്കുക, ഈ ഇക്വേഷൻ 1ഉം 2 എന്താ? എഫിഷ്യൻസിയാണ്. അപ്പൊ ഇക്വേഷൻ 1 ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് T2 ബൈ T1 ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നോക്കൂ, ഇതിൻ്റെ LHS ഇതാ, LHS ആർച്ച്. അപ്പോൾ ഇവിടെ 1 ക്യാൻസൽ ചെയ്ത് പോയി, രണ്ട് ഭാഗത്തും 1 ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, 1 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താ ഇവിടെ എന്താ, എങ്ങനെ എഴുതാം? T2 ബൈ T1 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? Q2 ബൈ Q1. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് Q2 ബൈ, അതായത് ഇവിടെ Q2 ബൈ T2, അല്ല ഇത് ഇപ്പുറത്തേക്ക് എടുത്തു, അതുപോലെ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ Q1 ബൈ T1. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. Q1 ബൈ T1 ഈക്വൽ Q2 ബൈ T2. ഓക്കെ, അപ്പം ഈ ഒരു കാർനോട്ട് സൈക്കിളിൽ നമ്മൾ എഴുതിയ കാര്യമാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കാർനോട്ട് സൈക്കിൾ ഉണ്ട് അല്ലേ? ഏതാണത്? സെക്കൻഡ് കാർനോട്ട് സൈക്കിൾ. ഇതാണ്, ദാറ്റ് ഈസ് എന്താണ്? DCFE. എങ്ങനെ എടുക്കാം നമുക്ക്? DCFE. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ, എറർ മാർക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതേ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. അതെങ്ങനെയായിരിക്കും? ഇതേ റിലേഷൻ, അതായത് ഇക്വേഷൻ 5, ഈ റിലേഷൻ ഇക്വേഷൻ 5, ഇത്
ABCD എന്ന് പറയുന്ന കാർനോട്ട് എഞ്ചിൻ്റെ കേസിലാണ്, കാർനോട്ട് സൈക്കിളിൻ്റെ കേസ്. ഇതുപോലെ നമുക്ക് DCFEയിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എന്തായിരിക്കും? Q1 വരെ എന്താ വരിക? കാരണം ഇവിടെ ഹീറ്റ് Q1 അല്ലേ, ഇതെന്താണ് Q2, ഇതെന്താണ് Q3, ഇങ്ങനെയാണുള്ളത്. അപ്പം ഇതെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? DCFE എന്ന് പറയുന്നതിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ദാറ്റ് ഈസ് Q2 by okay T2 equal to Q3 by T3. ഈ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും, പറ്റില്ലേ? ഓക്കെ. ഇനി ഒരു കാർനോട്ട് സൈക്കിൾ ഉണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഒന്നുണ്ടെന്ന് വിചാരിക്കുക, എന്തായാലും എങ്ങനെ എഴുതുക? ദാറ്റ് ഈസ് Q3 by T3 equal to Q4 by T4. ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ P1 V1 ഈക്വൽ ടു P2 V2 ഈക്വൽ ടു P3 V3, ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാ? PV is a constant അല്ലേ പറയാം, അല്ലേ? അപ്പൊ Q1 by T1 ഈക്വൽ ടു Q2 by T2 ഈക്വൽ ടു Q3 by T3 ഈക്വൽ ടു Q4 by T4 ഈക്വൽ ടു എക്സെട്ര ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് Q by T is a constant, അല്ലേ? ദാറ്റ് ഈസ് Q by T is a constant. That constant is known as entropy. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻട്രോപ്പി. S എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. Then Q by T is a constant. That is known as entropy. Okay? So ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റുഡോൾഫ് ക്ലോഷ്യസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. റുഡോൾഫ് ക്ലോഷ്യസ്, അദ്ദേഹമാണ് എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് എൻട്രോപ്പി. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, എൻട്രോപ്പി എന്ന് പറയുന്നതിൻ്റെ ഫിസിക്കൽ മീനിങ് ആണ് എൻട്രോപ്പി ഈസ് നോൺ ആസ് തെർമൽ ഇനേഷ്യ. എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ. ഓക്കെ, ഡ്യൂറിങ് adiabatic process entropy is constant. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so Q by T is a constant. This is known as entropy. ഫോർത്ത് മോഡ്യൂളിലുള്ള എൻട്രോപ്പി, ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി അതാണ് വരുന്നത്. സോ അതിനുശേഷം സിലബസിൽ സെക്കൻഡ് ലോ ആൻഡ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ട്, എന്താണ് സെക്കൻഡ് ലോവും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻ? അതായത് നമുക്കറിയാം സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, സെക്കൻഡ് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് പ്രോസസ്, അല്ലേ? പ്രോസസ്സ് ഏതൊക്കെ ഡയറക്ഷനിൽ ഏതൊക്കെ പ്രോസസ്സ് നടക്കുന്നുള്ളതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം S ഈക്വൽ ടു Q by T ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പം അവിടെ എന്താ ഉണ്ടാവുക? ചേഞ്ച് വരുന്ന സമയത്ത് DS ഈക്വൽ ടു എന്ത് വരും? DS ഈക്വൽ ടു DQ by T എന്ന് വരും. DS ഈക്വൽ ടു DQ by T. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DQ എന്ന് പറയുന്നത് എന്തായിരിക്കും? DQ ഈക്വൽ ടു TDS. DQ ഈക്വൽ ടു TDS. ഓക്കെ, സോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും, DQ ഈക്വൽ ടു TDS. അപ്പം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് എൻട്രോപ്പി. അപ്പോൾ ആക്ച്വലി സെക്കൻഡ് ലോ എന്നുള്ള കൺസെപ്റ്റ്, സെക്കൻഡ് ലോയിൽ നിന്നാണ് എൻട്രോപ്പി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആക്ച്വലി ഡിറൈവ് ചെയ്ത് വരുന്നത്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കി, എല്ലാ ഒരു ടെമ്പറേച്ചറിലും അതിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി, അതൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ എനർജി, അതായത് കംപ്ലീറ്റ് എനർജി നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അപ്പം DQ ഈക്വൽ ടു TDS, ദിസ് ഈസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഫസ്റ്റ് ലോയിൽ നമ്മൾ പറയുന്നുണ്ട് DQ ഈക്വൽ ടു എന്താ? DU പ്ലസ് DW എന്ന് പറയുന്നില്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഈ DQക്ക് പകരം ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ മാറ്റാൻ വേണ്ടി പറ്റും, DU പ്ലസ് DW. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമ്മൾ എൻട്രോപ്പിന്റെ ടേംസിൽ ഇങ്ങനെ എഴുതാം, DQ ഈക്വൽ ടു TDS. Okay, so next one, change in entropy in reversible process. Change in entropy in irreversible process. നമുക്കറിയാം ഒരു പ്രോസസ്സ് ഇറിവേഴ്സിബിൾ അല്ല റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ?
നമുക്ക് പിന്നെ എന്താ ഐസിന് ചൂടാക്കിയാൽ അത് ലിക്വിഡായിട്ട് മാറും, വാട്ടറായിട്ട് മാറും. വാട്ടറിനെ തണുപ്പിച്ചാൽ ഐസായിട്ട് മാറും. ദിസ് ഈസ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പം ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ഫ്രീഡം കൂടുന്നു, അപ്പോൾ എൻട്രോപ്പി കൂടുന്നു. ഓക്കെ, ഇനി ഈ വെള്ളത്തെ തണുപ്പിച്ച് ഐസാക്കി മാറ്റുമ്പോൾ ആ കൂടിയ എൻട്രോപ്പി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കടലാസ് കത്തിച്ചാൽ ചാരമായി മാറും, പക്ഷെ ചാരത്തെ തണുപ്പിച്ചാൽ കടലാസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് ഒരു 98% പ്രോസസ്സും യൂണിവേഴ്സിലെ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്. സോ അങ്ങനെയുള്ള പ്രോസസ്സ് അതിൽ എൻട്രോപ്പി, അതായത് dQ/T ഈസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു ഇൻ്റഗ്രേഷൻ, ദാറ്റ് ഈസ് ഫോർ കംപ്ലീറ്റ് സൈക്കിൾ. ഇവിടെ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ളതാണ്. അപ്പോൾ dQ/T ദിസ് ഈസ് അതർവൈസ് നോൺ ആസ് ds അല്ലേ? ds എന്ന് പറഞ്ഞാൽ dQ/T ആണ്. അപ്പോൾ ds ഈസ് ലെസ് ദാൻ 0. ds ഈസ് ലെസ് ദാൻ 0. ഓക്കെ, അതായത് സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ change in entropy, okay, in the case of irreversible process. But the condition for change in entropy in reversible process, reversible process il endha ipo njan pannu melting ice pinne water aayittu maarunnu, pinne water ne thanuppichu ice aakki maattu. appo endha sambhavikka avada water ice water aayittu maarunna samayathe entropy koodi, ദെൻ വാട്ടറിനെ ഐസാക്കി മാറ്റുമ്പോൾ ആ കൂടിയ എൻട്രോപ്പി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ അല്ലേ, R dQ/T = 0. സോ ദിസ് ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ റിവേഴ്സിബിൾ പ്രോസസ്. നെക്സ്റ്റ് വൺ, ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി. അപ്പോൾ ക്ലോഷ്യസ് എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇനി പ്രോസസ്, കാരണം നമുക്കറിയാം യൂണിവേഴ്സിൽ 2 ടൈപ്പ് പ്രോസസ്സേ ഉള്ളൂ, റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തായിരിക്കും? dQ/T ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 0. സോ ദിസ് ഈസ് ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി. സോ ഇതൊരു കൺസെപ്റ്റാണ്. നമ്മളെ എൻട്രോപ്പിയും മറ്റ് സെക്കൻഡ് ലോ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതുപോലെ തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി എന്താണെന്നൊക്കെ പറയുന്ന കൺസെപ്റ്റാണ്. ഞാൻ ഒന്നുകൂടി പറയാം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എൻട്രോപ്പീൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? dQ = TdS. കാരണം എസ് എന്ന് പറയുന്നത് Q/T ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുന്നത്, ദാറ്റ് ഈസ് ds = dQ/T എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണ് dQ = TdS എന്ന് എഴുതിയത്. അപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് ലോനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാനും പറ്റും. ഫസ്റ്റ് ലോ സെക്കൻഡ് ലോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. നമുക്കറിയാം ഇറിവേഴ്സിബിൾ പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച്, അതായത് നമുക്കറിയാം യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഓരോ പ്രോസസ്സ് കഴിയുന്നതിന് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ക്ലോസ് ലൈനിൻ I dQ/T ലെസ് ദാൻ 0. ഓക്കെ, ദെൻ ചേഞ്ച് in entropy in reversible process, that is close line R dQ/T = 0. Then Clausius inequality, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു, that is ലൈനിൻ്റെ ക്ലോസ് ലൈനിൻ്റെ dQ/T = or less than 0. This is known as Clausius inequality. Okay, next one, entropy change in ideal gas. Okay, entropy change in ideal gas. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുകയാണ്. ഓക്കെ, നമുക്കറിയാം അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് dQ = du + PdV. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇക്വേഷൻ 1ൻ്റെ കൂടെ VdP, അതായത് ഇക്വേഷൻ 1ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? VdP, ഓക്കെ, മൈനസ് VdP, അതായത് പ്ലസ് അതിനോട് VdP കൂട്ടുകയും VdP മൈനസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു
ഒരേ കാര്യം കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? വാല്യൂവിൽ മാറ്റം വരില്ല. അതെന്തിനു ചെയ്യുന്നത് വെച്ചാൽ അവിടെ അതിനൊരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? ഡി ക്യു ഈക്വൽ ഡി യു പ്ലസ് പി ഡി വി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? വി ഡി പി കൂട്ടുന്നു, അതുപോലെ അതേ വി ഡി പി മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ 1 എന്തായി മാറുന്നു? ഡി ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് വി ഡി പി. അപ്പോൾ വി ഡി പി ഇവിടെ കൂട്ടി, അതേ വി ഡി പി കുറച്ചു. അതാണ് ഇക്വേഷൻ നമ്പർ 2. അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ? എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അതായത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്നാൽ പി വിനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു, പി ഇൻറ്റു ഡി വി എന്ന് വരും. പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, അതായത് വി ഡി പി ഈക്വൽ ടു എൻ ആർ ഡി ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ദെൻ അടുത്ത എന്താ ചെയ്യാം? 4 into, അതായത് ഈ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം പി ഡി വി പ്ലസ് വി ഡി പി, ഇതാ ഈ സാധനം കണ്ടോ? പി ഡി വി പ്ലസ് വി ഡി പി. ആ പി ഡി വി പ്ലസ് വി ഡി പി അതിന് പകരം എൻ ആർ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ 4 into ഈക്വൽ ടു ഡി ക്യു ഈക്വൽ ടു, ഓക്കെ, ഡി യു, ഇവിടെയുള്ള ഡി യു അതുപോലെ തന്നെ എഴുതി, ഇതിന് പകരം എൻ ആർ ഡി ടി എന്ന് എഴുതി, എൻ ആർ ഡി ടി മൈനസ് വി ഡി പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, then we know that internal energy, change in internal energy എന്ന് പറഞ്ഞാൽ എന്താ? സി വി ഡി ടി അല്ലേ? അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇനി അപ്പം ഈ സി വി ഡി ടി ഇക്വേഷൻ 6, ഈ സി വി ഡി ടി, അതായത് ഈ ഡി യുവിന് പകരം എന്ത് ചെയ്യുന്നു? സി വി ഡി ടി കൊടുക്കുന്നു. അതായത് 6 in 5, 6 ഇക്വേഷൻ 6 ഇക്വേഷൻ 6 in 5ലേക്ക് കൊടുക്കും. അപ്പോൾ ഡി ക്യു ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് എൻ ആർ ഡി ടി മൈനസ് വി ഡി പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായി മാറി, ഡി ക്യു ഈക്വൽ സി വി ഡി ടി പ്ലസ് എൻ ആർ ഡി ടി മൈനസ് വി ഡി പി, ഇക്വേഷൻ നമ്പർ 7. ദെൻ വി നോ ദാറ്റ് മേയേഴ്സ് റിലേഷൻ, അത് നമുക്കറിയാം. എന്താണത്? സി പി മൈനസ് സി വി ഈക്വൽ ടു എൻ ആർ, അല്ലെ? ആർ എന്ന് കൊടുക്കാം നമുക്ക്. ഇവിടെ എൻ മോൾ ഉള്ളത് കൊണ്ട് എൻ ആർ എന്ന് കൊടുത്തു, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 8. അങ്ങനെയാണ് സി പി എന്തായിരിക്കും? സി വി പ്ലസ് എൻ ആർ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, സി വി ഉണ്ടോ? സി വി ഡി ടി പ്ലസ് എൻ ആർ ഡി ടി. അപ്പൊ ഇവിടെ എനിക്ക് ഡി ടി കോമൺ ആയിട്ട് എടുക്കാം, എന്നിട്ട് എന്താ എഴുതാം? സി വി പ്ലസ് എൻ ആർ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ആ സി വി പ്ലസ് എൻ ആർ ആണ് സി പി. അപ്പൊ ഇവിടെ ഈ സി വി പ്ലസ് എൻ ആറിന് പകരം ഞാൻ സി പി എന്ന് കൊടുക്കുന്നു, എന്നിട്ട് ഡി ടി കോമൺ ആയിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് പറയും? അതായത് ഇക്വേഷൻ 9 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 7, അതായത് ഡി ക്യു ഈക്വൽ സി പി ഡി ടി മൈനസ് വി ഡി പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഓക്കെ, ഡി ക്യു ഈക്വൽ ടു സി പി ഡി ടി മൈനസ് വി ഡി പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഇക്വേഷൻ 10 ഡിവൈഡ് ബൈ ടി, ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി ക്യു ബൈ ടി ഈക്വൽ ടു എന്ത് വരും? സി പി ഇൻറ്റു ഡി ടി ബൈ ടി മൈനസ് വി ഇൻറ്റു ഡി പി ബൈ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 11. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡി ടി ഉണ്ട്, അതിൻ്റെ താഴെ ടി ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഡി പി ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്ത് വേണം? ഡി പി ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വി ബൈ ടിക്ക് പകരം പി എന്നുള്ള ടേം വരണം. അതിനു വേണ്ടി നമ്മളൊരു ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്യുന്നു. അതായത് അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ എൻ ആർ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 12. എന്ത് ചെയ്യുന്നു? വി ബൈ ടി, ഈ വി ഇവിടെ കൊടുക്കുന്ന ടി പുറം, അപ്പോൾ വി ബൈ ടി ഈക്വൽ എൻ ആർ ബൈ പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 12. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടോ വി ബൈ ടി എന്ന് കണ്ടോ? ഈ വി ബൈ ടിക്ക് പകരം എന്ത് കൊടുക്കാം? എൻ ആർ ബൈ പി എന്ന് കൊടുക്കുക. ഈ എൻ കോൺസ്റ്റന്റ് ആണ്, ആറും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? പി എന്നുള്ളത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെയുള്ള ഈ വി ബൈ ടിക്ക് പകരം ഇതാ ഇവിടെ ഒരു വി ബൈ ടി ഇതാ, ഈ വി ബൈ ടിക്ക് പകരം നമ്മൾ എൻ ആർ ബൈ പി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഡി പി ബൈ ടി ഈക്വൽ ടു സി പി ഡി ടി ബൈ ടി മൈനസ് എൻ ആർ ഡി പി ബൈ പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 13. അപ്പോൾ നോക്കൂ, ഇതാ ഡി ടിൻ്റെ താഴെ ടി വന്നു, ഡി പിൻ്റെ താഴെ പി വന്നു. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു.
അപ്പോൾ നമുക്കറിയാം dq by t എന്ന് പറഞ്ഞാൽ ds അല്ലേ, ചേഞ്ച് ഇൻ എൻട്രോപ്പി. ദാറ്റ് ഈസ് ds ഇന്റഗ്രൽ s1 to s2 ds ഈക്വൽ ടു cp into ഇന്റഗ്രൽ അല്ലേ t1 to t2 dt by t minus nr ഇന്റഗ്രൽ p1 to p2 dp by p. That is equation number 14. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എസ് വരുമല്ലോ, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് അല്ലേ, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തതിന് എസ് വരും, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് s2 മൈനസ് s1. പിന്നെ ഇവിടെ സി പി ഇത് ഡി ടി ബൈ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് ടി വരും, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ലോഗ് t2 by t1. ഓക്കെ, ദെൻ മൈനസ് nr ഇവിടെ എന്താ വരിക, ലോഗ് അല്ലേ, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് p2 by p1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 15. ഇക്വേഷൻ 15 represent the change in entropy of an ideal gas in terms of temperature and pressure. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇത് ബ്രീഫ് ചെയ്യാം, ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം എന്താ ചെയ്തേ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് dq ഈക്വൽ ടു du പ്ലസ് പി ഡി വി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഈ ഇക്വേഷൻ 1നെ വി ഡി പി കൊണ്ട് കൂട്ടുകയും അല്ലേ വി ഡി പി മൈനസ് ചെയ്യുകയും ചെയ്യുന്നു, കാരണം ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും, dq ഈക്വൽ ടു du പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് വി ഡി പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. According to ideal gas equation, PV equal nRT, that is equation number 3. Differentiation ചെയ്തു, first into derivative of second plus second into derivative of first equal to nR dt, that is equation number 4. Then 4 into ഇതെടുത്തിട്ട് 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, that is dq equal to du plus nR dt minus vdp. Okay, then we know that internal energy, change in internal energy in the cv dt, that is equation number 6. അപ്പോൾ ഈ 6 എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, that is 6 in 5, that is dq equal to cv dt plus nr dt minus vdp, that is equation number 7. According to Mayer's relation, cp minus cv equal to nr, that is equation number 8. Then cp equal to cv plus nr, that is equation number 9. So 9 substituted in 7, ഇതെടുത്തിട്ട് ഇതിൽ കൊടുക്കുക, ദാറ്റ് ഈസ് dq ഈക്വൽ ടു cp dt, കാരണം cv പ്ലസ് nr എന്നുള്ള ഇതിന് പകരം cp എന്ന് കൊടുക്കുക, cp dt മൈനസ് vdp, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഓക്കെ, ദെൻ 10 ഡിവൈഡ് ബൈ t, സോ dq ബൈ t ഈക്വൽ ടു cp ഇൻറ്റു dt ബൈ t മൈനസ് v ബൈ t dp, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 11. ഓക്കെ, ദെൻ ഇനി നോക്കുക, ഇവിടെ വി ബൈ ടി ആണുള്ളത്, നമുക്ക് എന്ത് ചെയ്യണം, പി കൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ വീണ്ടും പോവാണ്. വി നോ ദാറ്റ് പി വി ഈക്വൽ എൻ ആർ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 12, ദാറ്റ് ഈസ് വി ബൈ ടി ഈക്വൽ ടു എൻ ആർ ബൈ പി, ഇക്വേഷൻ നമ്പർ അല്ലേ, സോറി ഇത് ഇക്വേഷൻ നമ്പർ 13 ആക്കി മാറ്റുക, 13, 14, 15, ഓക്കെ 16. ഓക്കെ, വി ബൈ ടി ഈക്വൽ എൻ ആർ ബൈ പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 13. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വി ബൈ ടിക്ക് വരെ എൻ ആർ ബൈ പി എന്ന് കൊടുത്തു. ദെൻ ഡി ക്യൂ ബൈ ടി ഈക്വൽ ടു സി പി ഇൻറ്റു ഡി ടി ബൈ ടി മൈനസ് എൻ ആർ ബൈ പി ഡി പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 14. ഇൻ്റഗ്രേറ്റ് S1 to S2 അല്ലേ, ഡി ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ഡി എസ് അല്ലേ, ഇൻ്റഗ്രൽ S1 to S2 ഡി എസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഇൻ്റഗ്രൽ T1 to T2 ഡി ടി ബൈ ടി മൈനസ് എൻ ആർ ഇൻ്റഗ്രൽ P1 to P2 ഡി പി ബൈ പി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 15. So S2 minus S1 equal to Cp into log T2 by T1 minus NR log P2 by P1. That is equation number 16. So this is the final equation which represent the entropy change in ideal gas in terms of temperature and pressure. Okay. Entropy change in ideal gas in terms of temperature and volume. ഇത് ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ടേംസിലേക്ക് എങ്ങനെ മാറ്റി എഴുതുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡി ക്യൂ ഈക്വൽ ഡി യു പ്ലസ് പി ഡി വി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദെൻ പി ഈക്വൽ ടു എന്താ, എൻ ആർ ടി ബൈ വി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ,
ഇനി എന്ത് ചെയ്യുന്നു? ഈ പിന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതായത് nRT/V യുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് dq ഈക്വൽ ടു du പ്ലസ് nRT/V ഇൻറ്റു dV. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ദെൻ dq ഈക്വൽ ടു cv dt. ഓക്കെ, cv dt. കാരണം dq എന്ന് പറയുന്നത് du നമുക്കറിയാം, ഈ du യുടെ വാല്യൂ എന്താ? du എന്ന് പറയുന്നത് എന്താ? cv dt എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, cv dt. അപ്പോൾ ആ duന് നമ്മൾ cv dt എന്ന് കൊടുക്കും. അപ്പോൾ dq ഈക്വൽ cv dt പ്ലസ് nRT/V dV. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 5നെ ഡിവൈഡ് ബൈ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് dq/t ഈക്വൽ cv dt/t പ്ലസ് nRT/t dv/v. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, സോ dq/t എന്ന് പറയുന്നത് ds ആണ്. അപ്പോൾ ഇത് ds എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ cv ഇൻറ്റു അല്ലേ dt/t. അപ്പോൾ നോക്കുക, ഇവിടെ dvയുടെ താഴെ v വന്നിട്ടുണ്ട്, t ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം dt-യുടെ താഴെ t വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇൻ്റഗ്രൽ s1 to s2 ds ഈക്വൽ cv ഇൻറ്റു ഇൻ്റഗ്രൽ t1 to t2 dt/t പ്ലസ് nr ഇൻ്റഗ്രൽ v1 to v2 dv/v. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? s2 മൈനസ് s1 ഈക്വൽ ടു ഓക്കെ cv ഇൻറ്റു ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? ലോഗ് ടി എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ ലോഗ് t2/t1 ഓക്കെ പ്ലസ് nr എന്താ വരിക? ഇവിടെ ലോഗ് v2/v1 ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. So this is equation 6, this is equation 7, equation 8. Okay, so this is the equation of entropy change in a ideal gas in terms of temperature and volume. Okay, so onudi parayam, entropy change in ideal gas in terms of temperature and volume. Nammal aadham endu cheyunu? First law of thermodynamics, that is dq equal to du plus pdv. That is equation number 1. According to ideal gas equation, PV equal nRT, that is equation number 2. Then P equal nRT/V, that is equation number 3. So dq equal to okay du plus ഈ Pന്റെ സ്ഥാനത്ത് നിന്ന് കൊടുക്കുക nRT/V എന്ന് കൊടുക്കുക into dV, that is equation number 4. Then we know that du equal cv dt. du എന്ന് പറഞ്ഞാൽ എന്താ? cv dt ആണ്. അപ്പോൾ ഈ du ന് പകരം cv dt കൊടുക്കുന്നു. So dq equal cv dt plus nRT/V into dV, that is equation number 5. So equation 5 divided by t. So dq/t equal to cv dt/t plus nRT dv/t. T cancel. Okay, we will cancel it. That is equation number 6. So dq/t means ds. So integral s1 to s2 ds equal to cv into integral t1 to t2 dt/t plus nr integral v1 to v2 dv/v. That is equation number 7. Okay, then limit apply ആണെങ്കിൽ s2 minus s1 equal to cv into log t2/t1 plus nr into log v2/v1. That is equation number 8. This is the final equation. This equation represents the change in entropy of an ideal gas in terms of temperature and volume. Okay, so next one, TS diagram, temperature entropy diagram. Okay, അപ്പോൾ TS diagram ഞാൻ ഇവിടെ എൻട്രോപ്പി ഇവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെ ടെമ്പറേച്ചർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരക്കുന്നു. സോ ദിസ് ഈസ് ഐസോതേർം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെയിം ആണ്. ഇതാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ളത്, അതുകൊണ്ട് ഐസോതേർം എന്ന് പറയും. അതുപോലെ തന്നെ ഇങ്ങനെ വരക്കുമ്പോൾ ഇതെന്താ? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് നോൺ ആസ് ഇസെൻട്രോപ്പ്, നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ലൈനാണ്. അപ്പോൾ TS ഡയഗ്രം വരച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ തന്നാൽ ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണ്? അഡിയബാറ്റിക് പ്രോസസ്സ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഏതാ? ഐസോതെർമൽ പ്രോസസ്സ്. ഇനി ഇങ്ങനെ ഒരു കേർവ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഐസോബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. ഇങ്ങനെ ഒരു കേർവ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഐസോകോർ, വോളിയം കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇത് ഐസോകോർ, ദിസ് വൺ ഐസോബാർ. ഇപ്പോൾ TS ഡയഗ്രത്തെ കുറിച്ചാണ് പറയുന്നത്, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം
അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ എൻട്രോപ്പി, ഓക്കെ, എക്സ് എൻട്രോപ്പി, വൈ ടെമ്പറേച്ചർ. Then this is isentrop, adiabatic. Okay, this is isotherm, പറഞ്ഞാൽ isothermal process, phase change ഒക്കെ ഇവിടെയാണ് വരിക, ഈ രീതിയിലാണ്. This is isobar, means pressure constant ആയിട്ടുള്ള പ്രോസസ്. This is isocore, വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്. സോ ഈ രീതിയിലാണ് ടി എസ് ഡയഗ്രം ഉണ്ടാവുക. ദെൻ ഇവിടെ അടുത്ത ഇത് പറഞ്ഞിരിക്കുന്നത് ടി എസ് ഡയഗ്രം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ ടി എസ് ഡയഗ്രം എങ്ങനെയായിരിക്കും നോക്കാം. കാർനോട്ട് എഞ്ചിൻ്റെ പി വി ഡയഗ്രം എങ്ങനെയാണ്? പി വി ഡയഗ്രം കാർനോട്ട് എഞ്ചിൻ്റെത് നമുക്ക് അറിയാം. എങ്ങനെയാണ് പി വി ഡയഗ്രം? സോ ഞാൻ പി വി ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. ദിസ് ഈസ് വി, ദിസ് ഈസ് പി. ഓക്കെ, അപ്പോൾ പി വി ഡയഗ്രം എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു അല്ലേ, ഇങ്ങനെ വന്നു. സോ ഇങ്ങനെ, ഇതാണ് നമ്മുടെ പി വി ഡയഗ്രം. ഇങ്ങനെയുണ്ടാകുക എ ബി സി ഡി അല്ലേ, ഇങ്ങനെയാണ് വരും. എറോ മാർക്ക് ഇങ്ങനെ വരും. ദിസ് ഈസ് പി വി ഡയഗ്രം. ഈ എ ബി എന്ന് പറയുന്ന പ്രോസസ്സ് ഏതാ? ഐസോതെർമൽ എക്സ്പാൻഷൻ. This is isothermal expansion. This is adiabatic expansion. This is isothermal compression. This is adiabatic compression. അല്ലേ, ശരിയല്ലേ? ഇത് നമ്മൾ ടി എസ് ഡയഗ്രത്തിലാണെങ്കിലോ, ടി എസ് ഡയഗ്രം ഇവിടെ എസ് എന്ന് കൊടുത്തു, ഇവിടെ ടി എന്ന് കൊടുത്തു. ഓക്കെ, എങ്ങനെയായിരിക്കും നോക്കൂ. ദിസ് ഈസ് എ ബി, ഐസോതെർമൽ ആണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അർത്ഥം അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെയുള്ള എ ബി എന്ന് പറയുന്നത്, പി വി ഡയഗ്രത്തിൽ എ ബി എന്ന് പറയുന്നത്, ടി എസ് ഡയഗ്രത്തിൽ എ ബി ഇങ്ങനെ ഉണ്ടാകുക. ഇനി ഏറോ മാർക്ക് നോക്കൂ. ഇതെന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പൊ എക്സ്പാൻഷൻ, അപ്പൊ എൻട്രോപ്പി കൂടും. അപ്പൊ ഏറോ മാർക്ക് ഇങ്ങനെ. അപ്പൊ ഇവിടെയുള്ള ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ, ഐസോതെർമൽ എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ ടി എസ് ഡയഗ്രത്തിൽ വരുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ഐസോതെർമൽ ഇതാണ്. ഇനി അടുത്ത എന്താ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അഡിയബാറ്റിക്. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. Adiabatic expansion is a cooling effect അല്ലേ. അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോളുക, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയല്ല ഇനി വരിക. അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഇസ് എ കൂളിംഗ് എഫക്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കുറയും. അപ്പോൾ എറോ മാർക്ക് ഇങ്ങോട്ടേക്ക്. ദിസ് ഈസ് ബി സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സി ഡി. ദിസ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ അല്ലേ, ഐസോതെർമൽ ഓക്കെ കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ലൈന് വരിക, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ? ടെമ്പറേച്ചർ കൂടുമല്ലോ, അപ്പോൾ എറോ മാർക്ക് ഇങ്ങോട്ടേക്ക്. ഇനി ഇതെന്താ സാധനം? ഡി എ, ദാറ്റ് ഈസ് അഡിബാറ്റിക് കംപ്രഷൻ അല്ലേ, കംപ്രഷൻ. ഓക്കെ, അഡിബാറ്റിക് കംപ്രഷൻ. അഡിബാറ്റിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ എൻട്രോപ്പി ഇതാ ഇങ്ങനെ വരിക. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും, എയർ മാർക്ക് ഇങ്ങനെ. സോ ഇതാ, ദിസ് ഈസ് ടി എസ് ഡയഗ്രം. ഇതാണ് ടി എസ് ഡയഗ്രം ഓഫ് എ കാർനോട്ട് സൈക്കിൾ അല്ലേ, കാർനോട്ട് സൈക്കിൾ. ഇത് പി വി ഡയഗ്രം, ഇത് ടി എസ് ഡയഗ്രം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ യൂസിങ് ടി എസ് ഡയഗ്രം. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഒരു എഞ്ചിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ടി എസ് ഡയഗ്രാമാണ് എടുക്കുക. അപ്പം ഒരു ഐഡിയൽ എഞ്ചിൻ, ഒരു കാർ ഉണ്ടാക്കി, ഇന്നോവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്, ഏത് കാർ ഉണ്ടാക്കിയാലും അതിൻ്റെ ടി എസ് ഡയഗ്രാം കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അതായിരിക്കും ഐഡിയൽ ടി എസ് ഡയഗ്രാം. എന്നിട്ട് പുതിയ കാർ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ ഗ്രാഫ് കമ്പ്യൂട്ടർ വരക്കും. അപ്പോൾ ആ ഗ്രാഫ് ഇതിന് ഉള്ളിലൊക്കെ ആണെങ്കിൽ മനസ്സിലായിക്കൊള്ളുക, ആ എഞ്ചിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ വീണ്ടും അത് ചെക്ക് ചെയ്യും.
ഓക്കെ, അപ്പോൾ റെഫറൻസിന് വേണ്ടി ഇതെടുക്കും ടി എസ് ഡയഗ്രാം. ഓക്കെ, അങ്ങനെ പല യൂസസ് ഇതിനുണ്ട് ടി എസ് ഡയഗ്രാം. ഓക്കെ, ഇനി ടി എസ് ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണുക നോക്കാം. ഇവിടെ ഈ ടെമ്പറേച്ചർ ഞാൻ T1 എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ T1 ആണ് ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്. ഇതിന് ഞാൻ എന്ത് വിളിക്കുന്നു? T2 എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെയുള്ള സാധനം ഇത് S1 എന്ന് പറയുന്നു, ഇതെന്താണ് S2. അപ്പോൾ S2 എന്ന് പറയുന്നത് എൻട്രോപ്പി കൂടുതലാണ്, S1 കുറവാണ്. ഇനി നോക്കൂ, ഈ പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് Q1. ഓക്കെ, പിന്നെ എവിടെയാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്? ഇവിടെ. ദിസ് ഈസ് Q2. ഓക്കെ, ദെൻ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് W by Q1 ആണ് അല്ലേ? എഫിഷ്യൻസി നമുക്ക് വർക്ക് ഡിവൈഡ് ബൈ Q1 എന്ന് എഴുതാലോ അല്ലേ? T1 മൈനസ് T2 ബൈ T1 എന്ന് എഴുതി കൂടെ? അത് തന്നെയാണ് T1 മൈനസ് T2 ആണ് W. സോ W ബൈ Q1. നോക്കൂ, ഇതെന്താണ്? ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ സൈക്ലിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ ആണ്. ഇത് റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഇതൊരു സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ ആണ്. അപ്പോൾ ഈ സ്ക്വയർ ആകുന്ന സമയത്ത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ലെങ്ത്തിന്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ലെങ്ത്? ഇത് എടുക്കുക, S2 മൈനസ് S1. അപ്പോൾ ഇവിടെ W എന്ന് പറയുന്നത് എന്താ? ലെങ്ത് S2 മൈനസ് S1. ഇനി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. എന്താണ്? T1 മൈനസ് T2 ഇൻറ്റു T1 മൈനസ് T2. ഇതാണ് ഏത്? W. ഇനി Q1 എന്ന് പറഞ്ഞാലോ, ഇത് കണ്ടോ? ഇതിൻ്റെ നേരെ താഴെയുള്ള ഏരിയ, ഇത്രയും ഏരിയ, ഇങ്ങനെയുള്ള ഏരിയ, ഇത്രയും ഏരിയ, ഇതാണ് Q1. അപ്പോൾ Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓക്കെ, AB S2 S1, AB S2 S1. ഓക്കെ, S2 S1. അപ്പം നമുക്ക് നോക്കാം. നോക്കൂ, ഇത് വലിയൊരു റെക്ടാങ്കിൾ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇത്ര വരെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് T1 ആണ്. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് T1 ഇൻറ്റു പിന്നെ ബ്രെഡ്ത്ത് എന്താ? S2 മൈനസ് S1. S2 മൈനസ് S1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W കിട്ടി, Q1 കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. എന്ത് ചെയ്യാം? 2 and 3 in 1, that is equal to eta equal to W എന്ന് പറഞ്ഞാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? S2 മൈനസ് S1. പിന്നെ T1 മൈനസ് T2. ഓക്കെ, ദെൻ Q എന്താ? Q എന്താണ്? ഇവിടെ T1 അല്ലേ? S2 മൈനസ് S1 ഇൻറ്റു T1. നോക്കൂ, ഇത് രണ്ടും ഒന്ന് ക്യാൻസലായി. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ എന്താ ഇവിടെ കിട്ടിയത്? ഇവിടെ കിട്ടിയത് ഈറ്റ ഈക്വൽ ടു എന്ത് വന്നു? T1 മൈനസ് T2 ബൈ T1. ഇത് തന്നെയല്ലേ നമ്മുടെ എഫിഷ്യൻസി? ദാറ്റ് ഈസ് 1 മൈനസ് T2 ബൈ T1 അല്ലേ? അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടിയല്ലോ. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് 5, ദിസ് ഈസ് 6. ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈറ്റ ഈക്വൽ 1 മൈനസ് T2 ബൈ T1. ഓക്കെ, സോ ഈ രീതിയിലാണ് TS ഡയഗ്രാം വെച്ചിട്ട് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണേണ്ടത്. ഓക്കെ, ഒന്നുകൂടി ഞാനിത് ബ്രീഫ് ചെയ്യാം. അതായത് TS ഡയഗ്രാം ഇവിടെ പറയുന്നത്, ഇവിടെ എഫിഷ്യൻസി കാണാൻ ചോദിച്ചാൽ ഇക്വേഷൻ ഈറ്റ ഈക്വൽ W ബൈ Q1, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി W എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഏരിയ ആയിരിക്കും. അതിൻ്റെ ഏരിയ എന്താ? S2 മൈനസ് S1. ഓക്കെ, ഇൻറ്റു T1 മൈനസ് T2. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് ഈസ് Q1 എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ഏരിയ, ഇത് ഈ ഏരിയ Q1. ദാറ്റ് ഈസ് ഏരിയ AB S2 S1 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ?
ഈ ലെങ്ത് ഇൻറ്റു ഇത് അല്ലേ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ T1 ആണ്. ഇവിടുന്ന് ഇവിടെ T1 ഇൻറ്റു S2 മൈനസ് S1, T1 ഇൻറ്റു S2 മൈനസ് S1, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ദെൻ ഇക്വേഷൻ 2 and 3 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1, ഇത് രണ്ടും ഇതിൽ കൊടുക്കുക. ദാറ്റ് ഈസ് ഈറ്റ ഈക്വൽ ടു, ഓക്കെ, ഈറ്റ ഈക്വൽ S2 മൈനസ് S1 ഇൻറ്റു T1 മൈനസ് T2 by S2 minus S1 into T1. ഇതൊക്കെ ക്യാൻസൽ ആയി. Then equation become eta equal T1 minus T2 by T1, that is eta equal 1 minus T2 by T1. So this is the final equation. അപ്പോൾ കാർനോട്ട് എഞ്ചിൻ്റെ ഈ ഇക്വേഷൻ എത്താൻ വേണ്ടി നമ്മൾ പി വി ഡയഗ്രത്തിൽ ഒരുപാട് സ്റ്റെപ്പ് ചെയ്യേണ്ട വന്നു. പക്ഷേ ഇവിടെ 2-3 സ്റ്റെപ്പിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടി. ഓക്കെ, എക്സാമിന് കാർനോട്ട് എഞ്ചിൻ എസ് ചോദിക്കുകയാണെങ്കിൽ നേരത്തെയുള്ള പി വി ഡയഗ്രാം വെച്ച് തന്നെ ചെയ്യണം. ഇനി അതല്ല, ഇത് സ്പെഷ്യലായിട്ട് ചോദിക്കും, ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ യൂസിങ് TS ഡയഗ്രാം. അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ.